സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസം മുൻപാണ് ഒരു അമ്മച്ചിയെ 80 വയസ്സുള്ള ഒരു അമ്മയെ മൃഗീയമായി മരുമകൾ മർദ്ദിക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. അതിൻ പ്രകാരം അവരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം തെളിവെടുപ്പിന് വരികയും അവിടെ നിന്നൊക്കെ നല്ല രീതിയിലുള്ള തെറിയ അഭിഷേകങ്ങളൊക്കെ കിട്ടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുമാത്രവുമല്ല, ജയിലിലും ഏതോ ഒരു പോക്കറ്റടിക്കാരി ഒന്ന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അതൊക്കെ കിട്ടേണ്ടത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിച്ചത് ഒരു ടീച്ചറാണ്, ഡബിൾ MA കാരിയാണ്, പണക്കാരിയാണ്, നല്ല സ്വാധീനമുള്ള കുടുംബമാണ്. അതുകൊണ്ട് തന്നെ നല്ല വക്കീലിനെ വെച്ച് അവർ പുറത്തു വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ അമ്മയെയും മകനെയും 80 വയസ്സുള്ള അമ്മയെയും മകനെയും മോശക്കാരനാക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു വ്യക്തി ഒരു ന്യൂസ് ചാനലിലേക്ക് ഫോൺ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഫോണിൻ്റെ കുറച്ച് ഭാഗം ഞാൻ നിങ്ങളോട് കേൾപ്പിച്ചിട്ട് ബാക്കി പറയാം. ഒരു ചെറിയൊരു ന്യൂസ്, അത് ശരിയായിട്ട് നിങ്ങളത് പറഞ്ഞില്ല. ഈയിടെ ഒരു ടീച്ചർ സ്വന്തം ഭർത്താവിന്റെ അമ്മയെ ഉപദ്രവിക്കുന്ന ഒരു പടം, അതിന്റെ ന്യൂസ് ഞാൻ കണ്ടു. അപ്പൊ അതിനകത്ത് അവര് ഒന്ന് വൈദ്യൻ ഫാമിലിയിൽ പെട്ടതല്ല. അപ്പൊ അതൊന്ന് തിരുത്താൻ വേണ്ടിയാണ് അത്. കാരണം ഇവിടെ വൈദ്യൻ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 10-100 വീട്ടുകാർ ഇവിടെ തന്നെ ഉണ്ട്, ഇന്ത്യ ഒട്ടുക്കും പുറത്തും ഒക്കെ ഉണ്ട്. അപ്പൊ അവരിൽ നിന്നൊക്കെ എനിക്ക് വിളി വരുന്നുണ്ട്, ഇദ്ദേഹത്തെ ഒന്ന് വിളിച്ച് കാര്യം പറയണം. അത് ഇത് മാത്രമേ ഉള്ളൂ. അവരെ രണ്ടാമത് വിവാഹമോചനം നേടിക്കഴിഞ്ഞ് രണ്ടാമത് വിവാഹം കഴിച്ചത് ഒരു വൈദ്യൻ ഫാമിലിയിലെ ഒരാളായിരുന്നു. ആ പുള്ളിയും വിവാഹമോചനം നേടിയിരുന്നു. ഈ ലീലാമ്മ എന്ന് പറഞ്ഞ സ്ത്രീയെ. ഈ ലീലാമ്മ എന്ന് പറയുന്ന പ്രായമുള്ള അമ്മച്ചിയല്ലേ? പ്രായമുള്ള അമ്മച്ചി. അവര് വൈദ്യൻ ഫാമിലിയിലാണതോ വൈദ്യൻ ഫാമിലിയിലേക്ക് അവരെ വിവാഹം കഴിച്ചോ? അവരെ ഒരു വൈദ്യൻ രണ്ടാമത് വിവാഹം കഴിച്ചിരുന്നു. അതായത് ഈ വിളിച്ച ആശാൻ പറയുന്നത് ഞങ്ങൾ ഒരു 800 കുടുംബങ്ങൾ ഇന്ത്യ ഒട്ടാകെ വൈദ്യൻ ഫാമിലിയിലുണ്ട്. അപ്പോൾ ഈ ലീലാമ്മയും മകനും വൈദ്യൻ ഫാമിലിയിലുള്ളതല്ല. അതായത് വൈദ്യൻ ഫാമിലിയിൽ ഏതോ ഒരാൾ കല്യാണം കഴിച്ചിരുന്നു, അദ്ദേഹം അപ്പോൾ തന്നെ ഡിവോഴ്സ് ആവുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ആലോചിച്ച് നോക്കണം. അതായത് 90 വയസ്സായ അദ്ദേഹം മരിച്ചു, അതുപോലെ 80 വയസ്സായ ഒരു അമ്മച്ചി ഇവിടെ ജീവിച്ചിരിക്കുന്നു, അവരുടെ മകനും ജീവിച്ചിരിക്കുന്നു. ഇനിയും ഈ പ്രായത്തിലും ഇവർ പിതൃത്വം തെളിയിക്കാൻ പോകണോ? അതായത് നമ്മളെല്ലാവരും കണ്ട ഒരു സത്യമുണ്ട്. ഈ സ്ത്രീയെ മൃഗീയമായി മർദ്ദിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നിട്ടും ഇതുപോലെ ന്യായീകരിക്കാൻ ഇദ്ദേഹത്തിന് നാണമില്ലേ? ഇനി വൈദ്യൻ ഫാമിലിയിൽ അല്ലെങ്കിൽ എന്താ, ആണെങ്കിൽ എന്താ, അതൊരു വലിയ പ്രശ്നമാണോ? അതുമാത്രവുമല്ല, ഒരു അച്ചായൻ കല്യാണം കഴിച്ചു എന്നും പറയുന്നുണ്ട്. വൈദ്യൻ ഫാമിലിയുള്ള ഒരു അച്ചായൻ കല്യാണം കഴിച്ചു. അപ്പോൾ ഈ മകൻ ചിലപ്പോഴേ ഈ അച്ചായൻ്റേതാണെങ്കിലോ? ഇദ്ദേഹത്തിന് ഉറപ്പുണ്ടോ? ഇദ്ദേഹം വലിയ വായിൽ വർത്തമാനം പറയുന്നുണ്ടല്ലോ. ഇത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? അതായത് ഇതാണ് മഞ്ജു ടീച്ചറുടെ പവർ എന്ന് പറയുന്നത്. അതായത് മഞ്ജു ടീച്ചർ പൈസയുണ്ട്, പൈസ മാത്രവുമല്ല നല്ല പിടിപാടുള്ള കുടുംബക്കാരാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവരിറങ്ങി വരുമ്പോഴേക്കും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് ഈ മകനും അതുപോലെ ഈ അമ്മയും ഇപ്പോൾ 80 വയസ്സുള്ള ഏലിയാമ്മ എന്ന് പറയുന്ന ആ ഒരു അമ്മമ്മ, അവരും ഭയങ്കരമാണ്, അവരും തിരിച്ചടിക്കാറുണ്ട് എന്നതൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ പുള്ളിക്കാരൻ കാണിച്ചത്. ആരും തെറ്റിദ്ധരിക്കരുതട്ടാ, നിങ്ങളാരും വിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടാ. അതായത് എങ്ങനെയെങ്കിലും അവരെ മോശക്കാരാക്കണം. അതായത് ഈ 80 വയസ്സുള്ള അമ്മമ്മ അങ്ങനെ ഒരു ദുർനടപ്പുകാരിയായിരുന്നു. അതുകൊണ്ടാണ് ഇവർ ആദ്യ വിവാഹമോചനം ചെയ്ത് ഞങ്ങളുടെ അച്ചായനെ കല്യാണം കഴിച്ചത് എന്നുള്ള തരത്തിലൊക്കെ ആക്കി വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ ഫോൺ കോളിലൂടെ നടന്നത്. ഇനി മകൻ്റെ കാര്യം പറയാം. മകൻ ഭയങ്കര കള്ളാണ്, കഞ്ചാവാണ്, ഇതൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ഒരു പ്രശ്നം നടന്നതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 10-200 യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഒരു വകയുള്ള ചാനലുകാർ മുഴുവൻ അവിടെ പോയിട്ടുണ്ട്. ഈ ചാനലുകാരോടൊക്കെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടോ ഈ കുടുംബം മോശമാണെന്ന്, ഈ അമ്മമ്മ മോശമാണെന്ന്, അല്ലെങ്കിൽ മകൻ മോശമാണെന്ന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടോ? ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ബാംഗ്ലൂരിൽ കിടക്കുന്ന ഈ വൈദ്യൻ ഫാമിലി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് കുറച്ച് മനസ്സിലായി. എങ്ങനെ ബാംഗ്ലൂരിൽ വരെ ന്യൂസ് എത്തിക്കാനും ഇവൻ ഭയങ്കരമാണ് ഇവിടെയെന്ന് അയൽവക്കത്തുള്ള നാട്ടുകാർക്കറിയില്ല. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതാണ് മഞ്ജു ടീച്ചറുടെ കുടുംബത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. അവർ നല്ല രീതിയിൽ പവർ ഇറക്കുന്നുണ്ട്. മഞ്ജു വരുമ്പോഴേക്കും ജനങ്ങളുടെ മുന്നിൽ ഒരു സഹതാപ തരംഗവും ഒക്കെ ഇറക്കിയിട്ട് അത് വിജയിക്കുമെന്ന് നോക്കിയതാണ്. പക്ഷേ ചീറ്റിപ്പോയി. അതാണ് പറ്റിയത്. കാരണം ഇദ്ദേഹത്തിന് ലാസ്റ്റ് ഉത്തരം മുട്ടിപ്പോയി. കാരണം ഈ വൈദ്യൻ ഫാമിലിയാണോ അല്ലയോ എന്നൊന്നുമല്ല ഇവിടെയുള്ള പ്രശ്നം.
ഇവിടെയുള്ള പ്രശ്നം എന്താണ്? ഈ 80 വയസ്സുള്ള തള്ളയെ കൈവച്ചത്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ ഭർത്താവിനെ ചട്ടുകം ചൂടാക്കി പൊള്ളിച്ചത്, അദ്ദേഹത്തിന് തിരിച്ചടിക്കേണ്ട ആരോഗ്യമൊന്നുമില്ല. അതുപോലെ ഈ സ്ത്രീ, അതായത് ഈ മഞ്ജു ടീച്ചർ ബ്ലാക്ക് ബെൽറ്റ് എന്നെല്ലാം പറയുന്നുണ്ട്. ഇനി എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. ചിലപ്പോൾ കുറച്ച് ഉഷാറുള്ള ആൾ തന്നെയാണ്. കാരണം ഈ ക്യാമറ പിടിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോഴേ തള്ളിയിടാനുള്ള ആ ഒരു ധൈര്യവും അതുപോലെ തന്നെ തുണിപൊക്കി കാണിക്കാനുള്ള ആ ഒരു ധൈര്യവും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര സ്ത്രീ തന്നെയാണ്. അവർ ടീച്ചർ, അവർ പഠിപ്പിച്ച കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് ഇനി ദൈവത്തിന് മാത്രമേ പറയാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇന്ത്യയിൽ എവിടെയും ഇനിയൊരു സ്കൂളിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എവിടെയെങ്കിലും വല്ല ആരും അറിയാത്ത സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്യേണ്ടി വരും, എന്നാലും മാത്രമേ കിട്ടുകയുള്ളൂ. അല്ലാതെ ഇവരെ ആരാണ് പഠിപ്പിക്കാൻ ഇനി എടുക്കുന്നത്? പക്ഷേ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ, ഇവരുടെ ഈ പൈസേൻ്റെ ഹുങ്ക് ഈ വീഡിയോ ഉള്ളത് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ ഈ കേസൊക്കെ എങ്ങനെയെങ്കിലും ഒട്ടിമറിക്കേണ്ട പരിപാടിയൊക്കെ നോക്കിയേനെ. കാരണം അത്രയും സ്വാധീനമുണ്ട്, നമ്മൾ വിചാരിക്കുന്നൊന്നുമല്ല. ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കണം, ബാംഗ്ലൂരിൽ നിന്നും ഇങ്ങനെയൊരു കോള് വരേണ്ട വല്ല ആവശ്യമുണ്ടോ? ഈ 80 വയസ്സുള്ള അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് വല്ല ആവശ്യമുണ്ടോ ഇങ്ങനെ വരണ്ടേ? അത്ര വലിയ ടീമാണെങ്കിൽ പറയണ്ടേ ഞങ്ങൾ അച്ചായൻ കല്യാണം കഴിച്ചിട്ടില്ല അവരാ എന്ന് പറയണ്ടേ? ഏതായാലും അതൊന്നുമല്ല, ലാസ്റ്റ് പറയുന്നത് ഇതാണ്, അച്ചായൻ കല്യാണം കഴിച്ചിരുന്നു പക്ഷേ അപ്പോൾ തന്നെ ഒഴിവാക്കിയിരുന്നതെന്ന്. ഒരു മകനുണ്ടാകാൻ, ഒരു മക്കളുണ്ടാകാൻ ഒരു ദിവസം മതി. അത് ഇയാൾക്കറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊരവസ്ഥയാണ് നടന്ന്. അപ്പോൾ ഇതൊക്കെ പോട്ടെ, എല്ലാം കഴിഞ്ഞു, നമ്മളെല്ലാം വിട്ടു പോട്ടെ. പക്ഷേ ഈ ഒരു സ്ത്രീയെ ആക്രമിച്ചത് അത് വളരെയധികം മര്യാദകേട് തന്നെയല്ലേ? എന്നിട്ടും അവരെ ന്യായീകരിക്കുക ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. മഞ്ജു ടീച്ചർ ചെയ്ത തെറ്റന്നെയാണ്, അവരെ നമ്മൾ ന്യായീകരിക്കുന്നില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെറുങ്ങനെ പറയുന്നുണ്ട്. അത് ഒച്ചയൊന്നുമില്ല. മഞ്ജു ടീച്ചറെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ, വൈദ്യൻ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇതിങ്ങനെ നല്ല പറയുന്നുണ്ട്. പക്ഷേ ബാക്കിയെല്ലാം ഉഷാറായിട്ടാണ് പറയുന്നത്. ആ ഒരു ഫോണിൽ നിന്ന് തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അമ്മയെ, ഈ 80 വയസ്സുള്ള അമ്മമ്മയെ എങ്ങനെയെങ്കിലും സമൂഹത്തിൻ്റെ മുന്നിൽ അവർ അങ്ങനെ നടന്നവരാണ്, അവർ ശരിയല്ല, അവർ ഭയങ്കര എന്താ പറഞ്ഞിട്ട് വളരെ മോശപ്പെട്ട സ്ത്രീയാണ് എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കാനുള്ള ഒരു എളിയ ശ്രമം, അതാണ് ഈ ആശാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ആശാനെ കുറ്റം പറയാൻ കഴിയില്ല കേട്ടോ, ഒരിക്കലും ഈ ആശാനെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഞ്ജു ടീച്ചറെ ഫാമിലി എന്ന് പറഞ്ഞാൽ അത്രയും പിടിപാടുണ്ട്. അവർ വെറുതെ ഇരിക്കൂലല്ലോ. അവർ ശരിക്ക് ഇവിടെയൊക്കെ അവർക്ക് ചരട് വലിക്കാൻ പറ്റും, അവിടെയൊക്കെ വലിക്കുന്നുണ്ട്. ഇല്ലാതെ രക്ഷയില്ല. നിങ്ങളെന്താണ് പറയുന്നത്? നാട്ടുകാരൊക്കെ എന്തായിരുന്നു ആ തെളിവെടുപ്പിന് വന്നപ്പോൾ ശരിക്കും തൊലി ഉരിഞ്ഞു പോയി എന്നാണ് പറയുന്നത് അവിടെ കേട്ടവർ. ഇനി ജീവിതത്തിൽ അവൾ ഈ വീട്ടിൽ വന്ന് താമസിക്കൂല എന്നാണ് എല്ലാവരും പറയുന്നത്. അത്രയും ഭയങ്കര വെറുപ്പോടും അറപ്പോടും ഈ പുഴുത്ത പട്ടികളെ കാണുന്നില്ല, അതുപോലെയാണ് ജനങ്ങളെല്ലാവരും ഇവരെ കണ്ടത് എന്നുള്ളതാണ്. അതാണ് പുഴുത്ത പട്ടി എങ്ങനെയാണ് അതുപോലെ അവിടുന്ന്. ഈ സ്ത്രീക്ക് മാപ്പ് കൊടുക്കാൻ ഒരിക്കലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും കൊടുക്കരുത്. ഇവരെയൊക്കെ ജയിലിലടക്കണം. വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലെയുള്ള ഇനിയും ഒരുപാട് ടീമുകൾക്ക് ഇതൊരു പാഠമാവുകയുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും ഈ വെളുപ്പിക്കാൻ വരുന്നവനോട് പറയുകയാണ്, കുറച്ചും കൂടി കോള് ഏതെല്ലോ ചാനലിൽ കൊടുക്കുക ഞങ്ങൾ കൊണ്ടുപോയിട്ട്. നന്ദി, നമസ്കാരം.